ചാരിറ്റബിൾ ട്രസ്റ്റിന് സ്പോൺസേഡ് പ്രോഗ്രാമായ ഇഞ്ചോടിഞ്ച് എന്ന പ്രോഗ്രാമിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൽ ഇഞ്ചോടിഞ്ചിൽ നിന്ന് മത്സരിക്കാൻ നമുക്ക് കുറച്ചുപേരെ കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ ഇരകൾ. അപ്പോൾ നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. എന്താ പേര്? ടോണി. സ്ഥലം എവിടെ? കോട്ടയം. എന്ത് ചെയ്യുന്നു? BSW തേർഡ് ഇയർ. ഓക്കെ. പേര് ആദിത്യ വിനായക്. സ്ഥലം? കോട്ടയം തന്നെ. BSW തേർഡ് ഇയർ. അഭിരാമി KR BSW തേർഡ് ഇയർ പത്തനംതിട്ട. ശിവകൃഷ്ണ പെരുമ്പാവൂരാണ്. ഓക്കെ. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് പഠിക്കുകയാണല്ലേ? വെറുതെ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി കറങ്ങാൻ ഇറങ്ങിയതാണോ? ഓർഗനൈസേഷൻ വിസിറ്റ് ആണ്. ഓക്കെ. അത് കഴിഞ്ഞ് കറങ്ങാൻ ഇറങ്ങിയത്. അപ്പോഴാണ് ഞാൻ പിടികൂടിയത്. എന്തായാലും ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാം. ഇഞ്ചോടിഞ്ച് എന്നാണ് ഈ പ്രോഗ്രാമിന്റെ പേര്. 10 രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിന് രസകരമായ ആൻസറാണ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. 20 സെക്കൻഡിനുള്ളിൽ ആൻസർ പറയാൻ ശ്രമിക്കണം. 20 സെക്കൻഡ്. ഒരു ക്വസ്റ്റ്യൻ 20 സെക്കൻഡ്. ഏറ്റവും കൂടുതൽ ആൻസർ ആരാണോ പറയുന്നത് അവരാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ വിജയി. ഓക്കെ. ടെൻഷനുണ്ടോ? ഇല്ല. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. റെഡിയാണോ നിങ്ങൾ? റെഡിയാണ്. ആദ്യത്തെ ചോദ്യം, ഒന്നിച്ചു കൂടിയാൽ നിലവിളിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങളുണ്ട്. ഏതൊക്കെയാണത്? ഏയ് അയ്യോയോ ഇല്ല, അത് വവ്വൽസ് അല്ലേ. ഒന്നിച്ചു കൂടിയാൽ നിലവിളിക്കുന്ന. പക്ഷേ ഏയ് അയ്യോയുടെ അകത്ത് ആ അക്ഷരങ്ങളുണ്ട്. നമ്മളൊന്ന് നിലവിളിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. ഐ ഓ കറക്റ്റ് ആൻസർ ആണ്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഷർട്ടിൽ ചായ വീണാൽ എന്താകും? ഷർട്ടിൽ ചായ വീണാൽ എന്താകും? നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സാധനമുണ്ട്, രണ്ടുപേരും അത് ഉപയോഗിച്ചിട്ടുണ്ട്. ടീഷർട്ട് കറക്റ്റ് ആൻസർ ആണ്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. തൊട്ടുകൂട്ടാം പക്ഷെ സദ്യക്ക് വിളമ്പാറില്ല. കാൽക്കുലേറ്റർ കറക്റ്റ് ആൻസർ. ഇതാണ് പറഞ്ഞത്. ആദ്യം മത്സരത്തിന് പങ്കെടുക്കാൻ ഭയങ്കര മടിയായിരുന്നു അല്ലേ? ഇപ്പൊ എന്ത് തോന്നുന്നു? നല്ല കൊള്ളാം. അപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്ന് ചിന്തിച്ചു നോക്കിയാലേ ഇതിന്റെ ആൻസർ കിട്ടത്തുള്ളൂ. പുറം കളഞ്ഞിട്ട് അകം വേവിക്കണം. ഓക്കെ. എന്നിട്ട് പുറം തിന്നിട്ട് അകം കളയണം. എന്താണെന്ന് പറയാമോ? പുറം കളഞ്ഞിട്ട് അകം വേവിക്കും. ആ അകം നമ്മൾ കഴിച്ചിട്ട്, ആ പുറം നമ്മൾ കഴിച്ചിട്ട് അതിന്റെ അകം നമ്മൾ കളയും. ഇവിടെയൊക്കെ കിട്ടുന്ന ഒരു സാധനമാണത്. ചോളം. ചോളം കറക്റ്റ് ആൻസർ. ഇവർക്ക് ഭയങ്കര ബുദ്ധിയാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് തന്നെ ആൻസർ പറയുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എനിക്ക് മാത്രം ബുദ്ധി ഇല്ലെന്നായിരിക്കും ചിന്തിച്ചത്. ആ ഒരു ചിരിയാണെന്ന് തോന്നുന്നു ഇവിടെയൊക്കെ ഇപ്പോൾ വന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വരലാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഭാരം നിറച്ചു വരുന്ന ലോറിയെ ഒറ്റ കൈ കൊണ്ട് തടഞ്ഞു നിർത്താൻ കഴിവുള്ള ആൾ ആരാണ്? ട്രാഫിക് പോലീസ് അല്ല. അല്ല. ഡ്രൈവർ കറക്റ്റ് ആൻസർ ആണ്. കണ്ടോ, 3 ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞു. ഇവിടെ പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ? പാട്ട് പഠിച്ചിട്ടുള്ള? ഇവരെല്ലാരും പറയുന്നു ഒരു 4 വരി പാട്ട്. അറിയത്തില്ലല്ലേ? ഇവരെന്തിനെ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ടോണി ഒരു പാട്ട് ആലോചിച്ച് വെച്ചേക്കണം, ലാസ്റ്റ് പാടണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, അമ്മയോട് ഇരിക്കാൻ പറയുന്ന ഒരു രാജ്യമുണ്ട്. ഏതാണ് ആ രാജ്യം? അമേരിക്ക കറക്റ്റ് ആൻസർ ആണ്. അപ്പോൾ 2 ക്വസ്റ്റ്യനായി. എങ്കിലും മുന്നിട്ട് നിൽക്കുന്നത് അഭിരാമിയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പട്ടി കുരയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? വായ കൊണ്ട്. യെസ് കറക്റ്റ് ആൻസർ. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇഞ്ചോടിഞ്ചിൽ നിന്നുള്ള മത്സരത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. 3 ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഏറ്റവും വലിയ പോക്കറ്റടിക്കാരൻ ആരാണ്? ടൈലർ കറക്റ്റ് ആൻസർ ആണ്. 4 ക്വസ്റ്റ്യനായി. എവിടെ നിന്ന് കിട്ടണോ ഇതൊക്കെ? നേരത്തെ കണ്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഏറ്റവും ചെറിയ ഡ്രൈവർ ആരാണ്? സ്ക്രൂ ഡ്രൈവർ കറക്റ്റ് ആൻസർ. അവിടെ നിന്ന് കിട്ടുമെന്ന് എനിക്ക് അറിയാമെന്ന് മൈക്ക് അങ്ങോട്ടേക്ക് തന്നെ പോയത്. 4 ക്വസ്റ്റ്യന്റെ ആൻസർ ആയി. 5 ക്വസ്റ്റ്യന്റെ ആൻസർ ആയി. ഇനി ആകെ ഒരേ ഒരു ക്വസ്റ്റ്യനെ ബാക്കിയുള്ളൂ. അത് ആര് പറയുന്നു? എന്തായാലും ഇവിടെ മത്സരാർത്ഥി ആരാ? മനസ്സിലായില്ലേ? അങ്ങനെയൊന്നുമില്ല. ഇനിയുണ്ട് ഒരൊറ്റ ക്വസ്റ്റ്യൻ. ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഗേറ്റ്? കോൾഗേറ്റ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇഞ്ചോടിഞ്ച് മത്സരം ടൈ ആയി. അപ്പോൾ നിങ്ങൾ രണ്ടുപേരിൽ നിന്ന് ഒരു മത്സരാർത്ഥി എനിക്ക് വേണം. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ആരാണോ പറയുന്നത് അവരാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ വിജയി. പോകണ്ട, സപ്പോർട്ട് ചെയ്യാൻ. പക്ഷെ നിങ്ങൾ വാ തുറക്കരുത്. പിന്നെ ലാസ്റ്റ് ടോണിയുടെ പാട്ടുമുണ്ട്. വേണം. ആ ഒരു ക്വസ്റ്റ്യൻ, ഏത് വാക്കാണ് എപ്പോഴും തെറ്റായി എഴുതപ്പെടുന്നത്?
തെറ്റന്നല്ലേ ആ തെറ്റായിട്ട് യെസ് റോങ് കറക്റ്റ് ആൻസർ ആണ്. പെട്ടെന്ന് തന്നെ പറഞ്ഞു ഇതെങ്ങനെ പറ്റുന്നു. ഭയങ്കര കഴിവാണ്. അത് തന്നെ ആദ്യമേ കോൺഫിഡൻറ്റോട് കൂടി വന്നത് അല്ലേ. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിന്റെ വിജയ് അഭിരാമിയാണ്. അഭിരാമിക്ക് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെറിയൊരു സ്നേഹോപകാരം ഉണ്ട് നൽകുന്നതിന് വേണ്ടി VMTV ന്യൂസിന്റെ റിപ്പോർട്ടറായ അനുജ പ്രകാശിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.